എക്സർഷൻ കിട്ടുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വിശ്രമം കിട്ടുന്നു. എക്സർഷൻ അല്ല, വിശ്രമമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നിങ്ങളുടെ കഠിനമായിട്ടുള്ള ഈ പഠനത്തിൻ്റെ മധ്യത്തിലും നിങ്ങൾക്ക് അല്പം വിനോദം കാണുവാനായിട്ട്, വിനോദിക്കുവാനായിട്ടൊരു അവസരം. നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് അറിയാതെ അതിൽ ഉല്ലസിച്ചു പോകും. അതൊരു കാര്യം. രണ്ടാമത്, നിങ്ങളുടെ സ്ട്രെസ്സുകളൊക്കെ വളരെ റെഡ്യൂസ് ചെയ്യും. മൂന്നാമത്, ആരെങ്കിലും ഡിപ്രഷൻ രോഗികളുണ്ടെങ്കിൽ അവരുടെ ഡിപ്രഷൻ പകുതി മാറാനായിട്ട് ഇത്തരം നൃത്തങ്ങൾ നിങ്ങളെ സഹായിക്കും. പിന്നെ നിങ്ങളുടെ പഠിത്തത്തിൻ്റെ ബുദ്ധികൾ വർദ്ധിക്കാനും ലോകത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് ഇതിന് ഇടയാകും. വേറൊരു വിശേഷമുണ്ട്, ഹാപ്പി ഹോർമോൺസ്. ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന ഹോർമോൺസ് ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്ന നിങ്ങളുടെ ഈ സ്ട്രെസ്സിൻ്റെ വിഡ്രോയിൽ വരുന്നതായിട്ടുള്ള സമയത്ത് അത് നിങ്ങളുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ശരീരം വളരും. എന്ന് വെച്ചാൽ ശരീരപ്പൊണ്ണത്തടി ആവണമെന്നല്ല, നിങ്ങളുടെ ശരീരത്തിന് നല്ല ബലം വയ്ക്കും. നിങ്ങളുടെ കൈക്ക്, ഞാനീ പറയുന്നത് പോലെ ഈ കൈക്ക് നല്ല ബലം വയ്ക്കും, ഈ കാല് നല്ല ബലം വയ്ക്കും. നിങ്ങളുടെ ഉറക്കം സുഖമാകും. കാരണം ഈ ക്ഷീണം കൊണ്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം കയറി കിടന്നുറങ്ങണമെന്നല്ല, പകരം പഠിച്ചതിന് ശേഷം നല്ല രീതിയിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങുവാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ നിങ്ങൾക്ക് മറ്റ് കായിക രംഗങ്ങളിൽ നിങ്ങൾ ഉജ്ജ്വലമായി വികസിക്കാനും ഇത് ഉതകുന്നതാണ്. അതുകൊണ്ട് പല പ്രയോജനങ്ങൾ ഇതിനകത്തുണ്ട്. എവിടെങ്കിലും ഒന്ന് ചുരുണ്ടുകൂടി ഇരുന്നിട്ട് പുസ്തകപ്പുഴ പോലെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾ ഈ സുംബോ ഡാൻസ് ചെയ്യുക. ഈ സുംബോ ഡാൻസ് എന്ന് പറയുന്ന ഈ ഡാൻസ് ചിലർ എതിർക്കുന്നു. അത് പിന്നെ എതിർക്കാനല്ലാതെ